പണിക്ക് പോകാൻ പറ്റാതെ അവിടെ അമർത്തിലിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും ഇദ്ദേഹത്തിന് മത്സരിക്കാനുള്ള കാശ് മേടിച്ചിരിക്കുക. എന്നിട്ട് അതൊരു ഉളുപ്പില്ലാതെ ജനങ്ങളുടെ മുന്നിൽ വന്ന് പാവങ്ങളുടെ പണമാണ്, അതാണല്ലേ പ്രതിപക്ഷ നേതാവേ മുഖ്യമന്ത്രി, പാവങ്ങളുടെ പണത്തിൽ നിന്നും കൈയിട്ട് വാരി ആ കാശ് മേടിച്ചേച്ചും നിങ്ങൾക്ക് മത്സരിക്കാം. ഇത് രാജീവ് ചന്ദ്രശേഖർ മുന്നേ പറഞ്ഞ വ്യക്തികളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. എന്താണ് ആദ്യത്തെ വ്യത്യസ്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പൈസ കാണാതെ വളർന്നൊരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങളിൽ നിന്നും കൈയിട്ട് വാരേണ്ട, പ്രത്യേകിച്ച് പാവങ്ങളുടെ പണം ഇങ്ങോട്ട് മേടിച്ചെടുക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. അല്ല, ഞാൻ ചോദിക്കുകയാണ്, നിയമത്തുകാർക്ക് വേണ്ടത് 5 അക്ക നമ്പർ എഴുതി കഴിഞ്ഞാൽ അത് കൂട്ടി വായിക്കാൻ അറിയാത്ത ശിവൻകുട്ടിയാണോ? രാജഗോപാൽ സാർ അവശേഷിച്ചു പോയതിൽ നിന്നും പിന്നീട് എന്ത് മാറ്റമാണ് നിയമത്തിനുണ്ടായത്? എന്തെങ്കിലും ഒരു അടി, ഒരു ചെങ്കൽ എടുത്ത് വെക്കാൻ നിങ്ങളുടെ ശിവൻകുട്ടിക്ക് സാധിച്ചോ? പോസ്റ്റൽ വോട്ട് ഇല്ലായിരുന്നെങ്കിൽ ശിവൻകുട്ടിക്ക് ഒന്നും സാധിക്കുമായിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഞാനിപ്പോ നിങ്ങളെ 3 ജനപ്രതിനിധികളെ കാണിച്ചു തരാം. ഈ 3 പേരിൽ 2 പേര് ഓൾറെഡി ഇവിടെ നമ്മളെ ഭരിക്കുന്ന ആൾക്കാരാണ്. ഒരാൾ പ്രതിപക്ഷ നേതാവും ഒരാൾ മുഖ്യമന്ത്രിയും എന്ന നിലയിൽ ഇവരുടെ ഭരണം, ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം നമുക്ക് നേരത്തെ അറിയാവുന്ന സംഗതിയാണ്. വേറൊരാള് ഇനി ഭരിക്കാൻ അവസരം കിട്ടുമോ എന്ന് കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ വ്യക്തിയിലേക്ക് പോകാം, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ ഈ കാണിക്കുന്ന വാർത്ത ഒന്ന് നോക്കൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കെട്ടിവെക്കാനുള്ള പൈസയായ 10,000 രൂപ നൽകുന്നത് ഗാന്ധി ഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിലെ അല്ലെങ്കിൽ ഹോമിലെ അന്തേവാസികളാണ് എന്നതാണ് ഈ വാർത്തയിലുള്ളത്. അത് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം എടുത്ത് സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് അറിയാൻ വയ്യാത്ത ഒരു സംഗതിയാണ്, സ്വാഭാവികമായി എനിക്ക് തോന്നുന്ന ഒരു സംഗതിയാണ്, പാവങ്ങളുടെ കയ്യിൽ നിന്ന് 10,000 രൂപ എടുത്തിട്ട് വേണോ മുഖ്യമന്ത്രിക്ക് ഇത്തവണ മത്സരിക്കാൻ? സ്വന്തം പോക്കറ്റിൽ നിന്നും 10,000 രൂപ പോലും എടുക്കാൻ താങ്കൾക്കില്ലേ? മുഖ്യമന്ത്രി എന്ന നിലയിലും MLA എന്ന നിലയിലും ഒക്കെ താങ്കൾക്ക് ശമ്പളം നൽകുന്നുണ്ടല്ലോ ഗവൺമെന്റ്, ഇല്ലേ? താങ്കൾ തന്നെയാണ് ഗവൺമെന്റ്, എന്നാലും ധനവകുപ്പിൽ നിന്നും താങ്കൾക്ക് ശമ്പളം നൽകുന്നില്ലേ? അത് കൂടാതെ താങ്കൾക്കും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ വിദേശത്ത് പോകാനും ചികിത്സിക്കാനും അങ്ങനെ എല്ലാത്തിനും ഖജനാവിൽ നിന്നും പണം എടുക്കുന്നില്ലേ? അറ്റ്ലീസ്റ്റ് അടുത്ത അംഗത്തിന് മത്സരിക്കാനെങ്കിലും ഉള്ള പണം സ്വന്തം പോക്കറ്റിൽ നിന്നും എടുത്തുകൂടെ? എപ്പോഴും ഈ നാട്ടുകാരുടെ ചിലവിൽ മാത്രം ജീവിച്ച് ശീലിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല സംഗതി അല്ലല്ലോ. പാവങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര വർഷങ്ങളായിട്ട് അധികാരത്തിൽ ഇരുന്നിട്ടും പാവങ്ങൾക്ക് ഒരു സാധനം അങ്ങോട്ട് കൊടുത്തിട്ടുമില്ല. 2026 പാവങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് മേടിക്കുക, അതും ഇലക്ഷന് മത്സരിക്കാനായിട്ട്, അവരെ സേവിക്കാനായിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പോയിരിക്കുക. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണിത്. ഇതൊരു ന്യായമായിട്ടൊരു സംഗതി അല്ലല്ലോ എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് പ്രതിപക്ഷ നേതാവിന്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത്. അതൊന്ന് കണ്ടു നോക്കൂ. ഇത് അവിടുത്തെ പാവപ്പെട്ട ആളുകൾ തന്ന പണമാണ്, പ്ലാച്ചിമടയിലെ പാവപ്പെട്ട ജനങ്ങൾ തന്ന പണമാണ്. ഞാനിത് കെട്ടിവെക്കാനുള്ള പണമാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാനിതൊരു വലിയ തുകയായി അവരുടെ മുഴുവൻ പിന്തുണയും സ്നേഹവും എന്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അതിന്റെ സമരസമിതിക്ക് ഉള്ള പ്രത്യേകമായ നന്ദി ഞാൻ പ്രകടിപ്പിക്കുകയും. അഭിവാദ്യങ്ങൾ. കണ്ടില്ലേ, പാവങ്ങളുടെ പണമാണെന്ന് നല്ല ബോധ്യത്തോടു കൂടിയാണ് പ്രതിപക്ഷ നേതാവ് രാപ്പകൽ 2 പതിറ്റാണ്ടായി സമരത്തിലിരിക്കുന്ന വ്യക്തികളുടെ കയ്യിൽ നിന്നും ഈ പൈസ വാങ്ങിച്ചിട്ട് ഒരു എളുപ്പമില്ലാതെ ജനങ്ങളുടെ മുന്നിൽ വന്ന്, കണ്ടോ എനിക്ക് മത്സരിക്കാൻ ഇവരാണ് പൈസ തന്നത് എന്ന് പറയുന്നത്. എത്ര വട്ടം MLA ആയ വ്യക്തിയാണ് താങ്കൾ? ഇപ്പൊ പ്രതിപക്ഷ നേതാവായിട്ടാണല്ലോ താങ്കളുടെ ഇരിപ്പ്. അപ്പൊ എത്ര വർഷമായി രാഷ്ട്രീയത്തിൽ സജീവമായി താങ്കൾ പ്രവർത്തിച്ചിട്ട്? താങ്കളുടെ വസ്തുവകളുടെ ആസ്തി എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയത്തിൽ വന്ന സമയത്തുള്ളതല്ലല്ലോ. ഈ പറഞ്ഞ പോലെ തന്നെ 10,000 രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന്, സ്വന്തം ശമ്പളത്തിൽ നിന്ന്, അല്ലെങ്കിൽ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് സമ്പാദിച്ചതിൽ നിന്ന് എടുത്തു കൊടുക്കാനില്ലയോ പ്രതിപക്ഷ നേതാവേ? സ്വന്തം നിലനിൽപ്പ് പോലും ഇല്ലാതെ രാപ്പകൽ സമരം ചെയ്യുന്ന വ്യക്തികളുടെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാൻ ചില്ലറ എളുപ്പൊന്നും പോരാ. പ്ലാച്ചിമട സമരം ഉണ്ടായിരുന്നത് ആക്ച്വലി UDF ഭരിച്ചിരുന്ന സമയത്താണ്. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് 2002. കൊക്കക്കോള കമ്പനി ഊട്ടിപ്പോയി ആ കാര്യം തീരുമാനമായെങ്കിലും ഇവർക്കുള്ള നഷ്ടപരിഹാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അത് മേടിച്ചു കൊടുക്കാൻ ഇനി UDF അധികാരത്തിൽ വരണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ NDAയിൽ നിന്നും ചാടി UDFിലേക്ക് വന്ന CK ജാനുവിന് സീറ്റ് കൊടുക്കാതെ തേച്ചതിന് ശേഷമുള്ള പ്രസംഗമാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത്. മനസ്സിലായില്ലേ? അവർക്ക് സീറ്റും ഇല്ല, അവർക്ക് സ്ഥലവും ഇല്ല, അവർക്ക് നഷ്ടപരിഹാരവും ഇല്ല. അവരുടെ കയ്യിൽ നിന്ന് പണിക്ക് പോകാൻ പറ്റാതെ അവിടെ അമർത്തിലിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും ഇദ്ദേഹത്തിന് മത്സരിക്കാനുള്ള കാശ് മേടിച്ചിരിക്കുക. എന്നിട്ട് അതൊരു ഉളുപ്പില്ലാതെ ജനങ്ങളുടെ മുന്നിൽ വന്ന് പാവങ്ങളുടെ പണമാണ്, അതാണല്ലേ പ്രതിപക്ഷ നേതാവേ മുഖ്യമന്ത്രി, പാവങ്ങളുടെ പണത്തിൽ നിന്നും കൈയിട്ട് വാരി ആ കാശ് മേടിച്ചേച്ചും നിങ്ങൾക്ക് മത്സരിക്കാൻ. നിങ്ങൾക്ക് വളരെ മാന്യമായിട്ട് അത് റിജക്ട് ചെയ്യാലോ. നിങ്ങളുടെ പൈസ നിങ്ങൾ വെച്ചോളൂ, നിങ്ങൾ എനിക്ക് പിന്തുണ തന്നാൽ മതി, വോട്ട് തന്നാൽ മതി. അങ്ങനെയല്ലേ ഒരു നല്ല ജനപ്രതിനിധി ചെയ്യേണ്ടത്? ഇനി നിങ്ങൾ ആരും വോട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ ചാണകത്തിൽ ചവിട്ടിയാൽ അങ്ങ് ആകാശം ഇടിഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്ന BJPയുടെ ഒരു പ്രതിനിധി ഇതേ സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം, കണ്ടോളൂ. ഞാൻ IIT ഡൽഹി ചാമ്പ്യനാ. ഇപ്രാവശ്യം കോമ്പറ്റീഷൻ ഞങ്ങൾ ഐഡിയ ജയിച്ച ഞങ്ങളാ. അപ്പൊ ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ ചാൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. എന്ത് ഇപ്പൊ ഒരു ടെക്നോക്രാറ്റ് ഇത്രയും വർഷത്തിൽ ഒരാളെ കിട്ടിയിട്ടുള്ളൂ. പോകരുത്, ഗ്രഹിക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ട് പോകരുത്, ഇപ്രാവശ്യം തൂക്കണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഡ്രസ് ചെയ്യാൻ ആരുമില്ല, ഒരാൾ പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഡ്രസ് ചെയ്തിട്ടില്ല.
അതൊന്ന് അഡ്രസ് ചെയ്യണം, വർക്കിന്റെ കാര്യം അഡ്രസ് ചെയ്യണം. തീർച്ചയായും സാർ. തീർച്ചയായും സാർ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളെ ഭാഗത്ത് ഒരു കോൺട്രിബ്യൂഷനുകളുണ്ട്. ഇല്ല രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ സഹായിക്കാൻ, നിങ്ങൾ എന്നെ സഹായിക്കരുത്. ഇല്ല, ഞങ്ങളെ കൊണ്ട് വരുന്ന ഒരു ചെറിയ എമൗണ്ടാണ്. മനസ്സുകൊണ്ട് സ്വീകരിക്കും. താങ്ക് യു. ശരി സാർ. സന്തോഷം. ഇത് രാജീവ് ചന്ദ്രശേഖർ മുന്നേ പറഞ്ഞ വ്യക്തികളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. എന്താണ് ആദ്യത്തെ വ്യത്യസ്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പൈസ കാണാതെ വളർന്നൊരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങളിൽ നിന്നും കൈയിട്ട് വരേണ്ട, പ്രത്യേകിച്ച് പാവങ്ങളുടെ പണം ഇങ്ങോട്ട് മേടിച്ചെടുക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പൈസ വേണ്ട, ഞാൻ നിങ്ങൾക്കാണ് സേവ ചെയ്യേണ്ടത്, അല്ലാതെ നിങ്ങൾ എനിക്ക് പൈസ തന്നിട്ടല്ല ഞാൻ അത് ചെയ്യേണ്ടത്. ജനസേവനത്തിന് വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ ഇലക്ഷനിൽ മത്സരിക്കുന്നത്, ജനങ്ങളെ സേവിക്കാൻ, ജനപ്രതിനിധിയായിട്ട്. ജനങ്ങളുടെ കയ്യിൽ ഇങ്ങോട്ട് മേടിക്കാനല്ല, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാം എന്ന വാഗ്ദാനത്തിന്മേലാണ് അവർ വോട്ട് ചെയ്ത് ഇയാളെ തെരഞ്ഞെടുത്ത് ഇങ്ങനെ ഒരു പദവിയിലേക്ക് വിടുന്നത്. ഈ ബോധമുള്ള ഒരു MLA എന്താണ് ചെയ്യുക? അവർ പറയുന്ന പൈസ മേടിക്കില്ല. ഒപ്പിന് കുപ്പി എന്ന് പറയുന്ന വ്യക്തിയെയാണോ, മറിച്ച് പൈസ വേണ്ട എന്ന് പറയുന്ന വ്യക്തിയാണോ? നിങ്ങൾക്ക് ഇതിൽ ഏത് വ്യക്തിയാണ് താല്പര്യം? ഞാൻ ചോദിക്കുകയാണ് നേമത്തുകാരോട്. നിങ്ങൾക്ക് ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ലഭിച്ചിരിക്കുന്ന വ്യക്തി ഒരു നിസ്സാരക്കാരനായിട്ടുള്ള വ്യക്തിയല്ല. അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കാനായി വരുമ്പോൾ രാഷ്ട്രീയത്തിൽ യാതൊരു രീതിയിലുള്ള പരിചയവും ഇല്ലാത്ത വ്യക്തിയുമല്ല. രാജ്യസഭാ അംഗമായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്തെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇതിനൊക്കെ മുമ്പ് ഇദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് ആണ്. അതായത് ടെക്നിക്കലായി വളരെയധികം അറിവുള്ള ഒരു വ്യക്തിയാണ്. അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ ഇന്റൽ പെന്റിയം പ്രോസസറിന്റെ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ആ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു മലയാളി എന്ന് പറയുന്നത് തന്നെ വലിയൊരു പദവിയാണ്. അവിടെ നിന്നുമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം, രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ സംഭാവനകൾ ചെറുതൊന്നുമല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിയ നിയമങ്ങൾ കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. DPDP ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് നിങ്ങളുടെ നമ്പരൊക്കെ ഏതെങ്കിലും വ്യവസായ സ്ഥാപനത്തിലൊക്കെ പോയിട്ട് ബില്ലടിക്കുമ്പോൾ നമ്പർ തരൂ സാർ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് വിളിച്ചിട്ട് ലോൺ വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ് ശല്യം വന്നുകൊണ്ടിരിക്കുമായിരുന്നു നേരത്തെ. ഒരു സമയം കഴിഞ്ഞ് അതില്ല, അല്ലെ? ഇപ്പൊ നമ്മളെ അങ്ങനെ വിളിച്ച് ശല്യം ചെയ്യൽ കുറവാ. എവിടെയെങ്കിലും നമ്പർ കൊടുത്താൽ സേഫ് ആണ്. എങ്ങനെയാണ് അങ്ങനെ ആയത്? അത് ഇദ്ദേഹത്തിന്റെ ഇടപെടലാണ്. ഇദ്ദേഹം കൊണ്ടുവന്ന DPDP ആക്ട് ആണ് നമ്മുടെ സ്വകാര്യത സംരക്ഷിക്കാനായിട്ടുള്ള ഒരു മൂവ്മെന്റ് കൊണ്ടുവന്നത്. സ്വകാര്യത എന്ന് പറയുന്നത് നമ്മുടെ മൗലികാവകാശമാണ്. നമ്മൾ ആർക്കെങ്കിലും നമ്പർ കൊടുത്താൽ തോന്നുമ്പോഴൊക്കെ തോന്നുന്നതിന് നമ്മളെ വിളിക്കാൻ പാടില്ല, അത് നമുക്കൊരു ശല്യമാണ് എന്നൊരു സംഗതി കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് വന്നത് ഈ ആക്ട് നിലവിൽ വന്നതിന് ശേഷമാണ്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഫോണിൽ വിളിച്ച് അനാവശ്യമായിട്ട് ശല്യപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാം. ഏതെങ്കിലും കമ്പനികളാണ് നിങ്ങളെ ശല്യപ്പെടുത്തുന്നതെങ്കിൽ 250 കോടി രൂപ വരെ നിങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കേസിന് പോകാം. അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയത് ഇദ്ദേഹത്തിന്റെ ഒരു നടപടിയാണ്, ഈ ആക്ട് ആണ്. അതിനുശേഷം കുട്ടികളൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന പോപ്പപ്സ്, അത് ചിലപ്പോൾ ലൈംഗികപരമായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളെ ചൂഷണം ചെയ്ത രീതിയിലുള്ളതായിരിക്കാം. ഇതെല്ലാം നിന്നത് ഇദ്ദേഹം ഈ IT മിനിസ്റ്ററായിട്ട് കേന്ദ്രത്തിൽ ഇരുന്ന സമയത്താണ്. പിള്ളേരുടെ കാര്യത്തിൽ കുറച്ചും കൂടി സുരക്ഷ കൊണ്ടുവന്നു. രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെ കുട്ടികളുടെ ഡാറ്റ ചോർത്താൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ കർശനമായിട്ടുള്ള നടപടി അതിനെതിരെ സ്വീകരിക്കാൻ ഒരു വ്യക്തിക്ക്, ഒരു സ്വകാര്യ വ്യക്തിക്ക് തന്നെ നിയമ നടപടിയായിട്ട് പോകാൻ സാധിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ഇനി യുവാക്കൾക്ക്, പുതിയ സംരംഭകർക്കും അതുപോലെ യുവാക്കൾക്കും ഒക്കെ തൊഴിലിന് വേണ്ടിയിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത്. ആ സമയത്തും ഇദ്ദേഹം ചെയ്തത് വലിയ വലിയ കാര്യങ്ങളാണ്. അതായത് ഇന്ത്യയിലാണ് നമുക്ക് ചിപ്പ് പ്രോസസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിപ്പ് ഉണ്ടാക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമോ? ഇന്നിപ്പോ ഒരുപാട് ചിപ്പ് ഉണ്ടാക്കുന്ന കമ്പനികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കാറ്, കമ്പ്യൂട്ടർ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ തുടങ്ങി എല്ലാത്തിലും ഈ സെമി കണ്ടക്ടർ ചിപ്പ് ഉണ്ട്. ഈ സംഗതി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണ്. അപ്പൊ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം പഠിച്ച കുട്ടികൾക്ക് ഇവിടെ തന്നെ ജോബ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ലാബുകളൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ബയോ പ്രോജക്റ്റുകൾ, അത് ബയോ ഗ്യാസ് ആയാലും അതുപോലെ റോഡ് പണിയുന്നതടക്കമുള്ള ബയോ ബിറ്റുമൈൻ പ്രോജക്റ്റ് അടക്കം, അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്, കാരണം ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ഒരുപാട് സംഗതികൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുള്ള, പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് ആണ്, അതോടൊപ്പം രാഷ്ട്രീയവും പഠിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം കഴിഞ്ഞ ദിവസം ചാനലുകൾ വന്നിരുന്നു, മുഖാമുഖം എന്ന് പറഞ്ഞിട്ട് വിനു വിജോണിനൊപ്പമുള്ള അഭിമുഖം. അത് കണ്ടു നോക്കണം. നിങ്ങളിപ്പം ഒരുപാട് പിണറായി വിജയന്റെ ഒക്കെ PR അഭിമുഖങ്ങളൊക്കെ കണ്ടു കാണും അല്ലെ? രാഷ്ട്രീയത്തോടെ ഒരാൾ ഇരുന്നുകൊണ്ട് അപ്പുറത്തിരിക്കുന്ന വ്യക്തിയോട് പോലും പരിഹസിച്ചുകൊണ്ടും അങ്ങേയറ്റം ശരിക്കും പറഞ്ഞാൽ അവഹേളിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് കൂടുതലും. മറ്റുള്ളവരെയും അല്ലെ പനി ഒരുപാട് കാര്യങ്ങൾ എനക്ക് അറിയത്തില്ല എന്ന് പറയാനുമാണ് അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കണം, അഭിമുഖം ഒന്ന് കണ്ടു നോക്കണം. ക്ലാരിറ്റി ഉണ്ട്, വാക്കുകളുടെ ക്ലാരിറ്റി. അദ്ദേഹത്തിന് ലാംഗ്വേജ് അറിയില്ലായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന് വിഷൻ ഉണ്ട്. ആ വിഷൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മരുമോൻ എന്ന ഒരു പ്രയോഗം വളരെ മോശമായി പോയില്ലേ, അതിന് ദുഃഖമുണ്ടോ എന്ന ഒരു ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന വളരെ വ്യക്തമായ ഒരു മറുപടി നിങ്ങൾ കണ്ടു നോക്കുക. PWD മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇനി മരുമകനെ കൂടി ക്ഷണിക്കണം. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ PWD മന്ത്രിയെ ക്ഷണിക്കാത്തതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെ മരുമകൻ എന്ന് വിശേഷിപ്പിച്ചത് ശരിയാണോ? മുഖ്യമന്ത്രിയും അത് പറഞ്ഞത് ശരിയായില്ല എന്നല്ല പറഞ്ഞു. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് അങ്ങനെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യാൻ ഒരു താല്പര്യമില്ല. പക്ഷേ
വേണ്ടാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. ഒരു പ്രധാനമന്ത്രി, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്ന് സംസ്ഥാനത്തിന് വേണ്ടി ചില പ്രോജക്റ്റ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വരുമ്പോൾ അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്, മറ്റ് മന്ത്രികൾ പങ്കെടുക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ അരമണിക്കൂർ മുമ്പ് ഒരു വിവാദം സൃഷ്ടിക്കാൻ ഇറങ്ങുന്ന ഒരാളെ ഞങ്ങൾ വിടില്ല. കാരണം അത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. എന്നെ ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിൽ അതിന് വേറെ വഴിയുണ്ട്. ഒരു എഴുത്തെഴുതുക. ചീഫ് മിനിസ്റ്റർ അല്ലേ, ചീഫ് മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ എഴുത്തെഴുതണം. ചീഫ് മിനിസ്റ്റർക്ക് എഴുത്തിടാൻ പറ്റില്ലേ? Amongst my council of ministers, I would like the following ministers to be invited. എന്തുകൊണ്ട് ചെയ്തില്ല? ഇതൊന്നും ചെയ്യില്ല. അവിടെ അവർക്ക് വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കാൻ ഇദ്ദേഹം ഇറങ്ങി. അപ്പോൾ ഞാനത് പറയണ്ടേ? അതിനെ എക്സ്പോസ് ചെയ്യണ്ടേ? പൊളിക്കണ്ടേ? ഞാനിപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഇനോഗ്രേഷന് പോയപ്പോൾ ഈ സെയിം പുള്ളി ഓഡിയൻസിൽ ഇരുന്നിട്ട് അല്പത്രമല്ലേ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ ഞാനെന്താ പറഞ്ഞത്? ഓം നമ ശിവായ എന്നോ? അതൊന്നും പറയില്ല ഞാൻ. വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യും. ഞങ്ങൾ തുടങ്ങില്ല, പക്ഷെ നിങ്ങൾ തുടങ്ങിയാൽ അത് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ മരുമകൻ എന്ന പ്രയോഗത്തിൽ ഒരു ദുഃഖവുമില്ല, ഒരു ദുഃഖവുമില്ല. ദുഃഖം ഉണ്ടാവേണ്ടത് മരുമകനാണ്. കാരണം അദ്ദേഹം പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു ബഹുമാനത്തോട് താങ്ക് യു പറയേണ്ട വ്യക്തിയാണ്. ഈ സെയിം ഹൈവേ മിനിസ്റ്റർ, നാഷണൽ ഹൈവേ അത് പൊളിഞ്ഞ് അത് കൊളാപ്സ് ചെയ്യുമ്പോൾ ഇത് ഞങ്ങളല്ല ചെയ്തത്, അത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ചെയ്തതെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഞാൻ ഈ വിവാദത്തിൽ കയറാൻ താല്പര്യമില്ല, ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നോക്കൂ, ഞങ്ങൾ ഇതൊന്നും തുടങ്ങില്ല. പക്ഷേ ഞങ്ങളുടെ പ്രധാനമന്ത്രിനെ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ നോക്കിയാൽ, ശ്രമിച്ചാൽ, സോറി, എനിക്ക് അവിടെ മൗനം പാലിച്ചിട്ട് ഇരിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ അറ്റാക്ക് ചെയ്യും. അത് നിങ്ങൾ തുടങ്ങിയാൽ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യും. ഇത് 48 മിനിറ്റ് വരുന്ന അഭിമുഖത്തിലെ ഒരു ചെറിയ ഭാഗമാണ്. ഇത് നിങ്ങൾ എത്രത്തോളം ഇംപ്രസ് ചെയ്തിട്ടുണ്ട്? അപ്പൊ ആ ഫുൾ വീഡിയോ എങ്ങനെ ഇരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിയമം അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് പിടിക്കുക അല്ലെങ്കിൽ അവിടെ ഒരു അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് BJPയുടെ ആവശ്യമല്ല, അത് ജനങ്ങളുടെ ആവശ്യമാണ്, ഇവിടത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. BJPക്ക് അല്ല കേരളം വേണ്ടത്, കേരളത്തിനാണ് BJP വേണ്ടത്. ഈ കോൺഫിഡൻസ് ആണ് ഇന്നത്തെ കേരളത്തിലെ BJPയുടെ നട്ടെല്ല് എന്ന് തന്നെ പറയാൻ സാധിക്കും. നമുക്കറിയാം, ഇതിനു മുൻപ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നത് സുരേന്ദ്രനായിരുന്നു, കെ സുരേന്ദ്രൻ. ഒരുപാട് ആ കസേരയിൽ ഇരുന്ന സമയത്ത് കല്ലേറ് കിട്ടിയ ഒരു വ്യക്തിയാണ്. ഞാനടക്കം അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം BJPയിൽ ഇരുന്നിട്ട് ഇങ്ങനെയല്ലല്ലോ സംസാരിക്കേണ്ടത്, ഇങ്ങനെയല്ലല്ലോ പ്രവർത്തിക്കേണ്ടത്, എന്തുകൊണ്ട് ഇത്രയധികം തോൽവികൾ ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളത്. പക്ഷെ തോൽവികളെ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വിട്ടുപോയി. ശ്രദ്ധിക്കേണ്ടതായിരുന്നു, വോട്ട് ഷെയർ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നത് തന്നെ. സുരേന്ദ്രനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ ഒരുപാട് പേര് സന്തോഷിച്ചു, ഒരുപാട് പേര് സുരേന്ദ്രൻ വീണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ആ സ്ഥാനത്തിരുന്ന സുരേന്ദ്രനേക്കാൾ ഭയക്കേണ്ടത് സത്യത്തിൽ അതിൽ നിന്ന് ഇറങ്ങിയ സുരേന്ദ്രനെയായിരുന്നു. അത് അദ്ദേഹം തെളിയിച്ചു എന്നുള്ളതാണ്. ഇന്ന് ശക്തരായ ഓരോരുത്തരും, ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശോഭ ചേച്ചി ആയാലും അതുപോലെ കരമന ചേട്ടനായാലും അങ്ങനെ ഒരുപാട് പേര്, ഇവരെയൊക്കെ പേഴ്സണലി എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരല്ല. ഞാൻ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ട്, ഇവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള അല്ലാതെ എനിക്ക് പേഴ്സണലി ഇവരെ ആരെയും അറിയില്ല, ഇവർക്ക് എന്നെയും അറിയില്ല. ഞാനിത് എന്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് പറയുന്നത്. എനിക്കും ഈ പറഞ്ഞതുപോലെ BJPക്ക് അല്ല നമ്മളെ വേണ്ടത്, മറിച്ച് BJP ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ റോഡ് വികസിക്കാൻ, നമ്മുടെ നാട് വികസിക്കാൻ, നമ്മുടെ കുട്ടികൾക്ക് ജോലി ഉണ്ടാകാൻ, നമ്മുടെ പിള്ളേർ ഇവിടെ തന്നെ നിൽക്കാൻ. പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരി ലെവി വിരിക്കുന്ന പാർട്ടികളല്ല നമുക്ക് ഇവിടെ വേണ്ടത്, മറിച്ച് പാവങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുന്ന, അവരെ ഫിനാൻഷ്യലി ക്യാപ്പബിൾ ആക്കി, ഇൻഡിപെൻഡന്റ് ആക്കി, നല്ല ടാക്സ് അങ്ങോട്ട് കൊടുത്തിട്ട് സേവനം ആവശ്യപ്പെടുന്ന രീതിയിൽ വലുതാക്കാൻ അല്ലെങ്കിൽ വികസിപ്പിക്കാനുള്ള ഒരു പ്ലാനാണ് BJPയുടേത്. അത് ചെയ്തു കാണിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത, പല രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് BJPയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തി, അധ്യക്ഷൻ. അദ്ദേഹം നിയമത്ത് വിജയിച്ചു വരിക എന്ന് പറയുന്നത് നിയമത്തിന്റെ കൂടി ആവശ്യമാണ്. അല്ല, ഞാൻ ചോദിക്കുകയാണ്, നിയമത്തുകാർക്ക് വേണ്ടത് 5 അക്ക നമ്പർ എഴുതി കഴിഞ്ഞാൽ അത് കൂട്ടി വായിക്കാൻ അറിയാത്ത ശിവൻകുട്ടിയാണോ? രാജഗോപാൽ സാർ അവശേഷിച്ചു പോയതിൽ നിന്നും പിന്നീട് എന്ത് മാറ്റമാണ് നിയമത്തിനുണ്ടായത്? എന്തെങ്കിലും ഒരു അടി, ഒരു ചെങ്കൽ എടുത്ത് വെക്കാൻ നിങ്ങളുടെ ശിവൻകുട്ടിക്ക് സാധിച്ചോ? പോസ്റ്റൽ വോട്ട് ഇല്ലായിരുന്നെങ്കിൽ ശിവൻകുട്ടിക്കൊന്നും സാധിക്കുമായിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ ഇത്തവണ അതൊന്നും നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിയമത്തിൻ്റെത് മാത്രമല്ല, കേരളത്തിന്റെ മുഖച്ഛായ മാറും. നോക്കൂ, വോട്ട് മാറ്റിക്കുത്താനും മറിച്ച് ചെയ്യാനും ചിന്തിക്കാനും ഒക്കെ തന്നെയാണ് നമുക്ക് ഈ ഇലക്ഷൻ വരുന്നത്. അല്ലാതെ ഒരു പാരമ്പര്യത്തിന്റെയും പേരിൽ ഒരു നേതാവിനും വിഴുങ്ങാൻ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. ഒപ്പിന് കുപ്പി എന്ന് പറയുന്ന നേതാവിനെ അല്ല, ഒപ്പിട്ട് കാര്യം ഞാൻ എന്ന് പറയുന്നേക്കുള്ളിൽ നടത്തിത്തരും എന്ന് പറഞ്ഞിട്ട് അത് നടത്തിത്തരുന്ന നേതാവിനെയാണ് നമുക്ക് വേണ്ടത്. BJP പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമെന്ന് കൊച്ചുകുട്ടികൾ വരെ പറയുന്നു. അതാണ് ഈ കണ്ട കാലം വരെ അവര് കൊടുത്തിട്ടുള്ള ഉറപ്പ്. ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ വോട്ട് ചെയ്യുമ്പോൾ ചിന്തിച്ച് മാത്രം വോട്ട് ചെയ്യുക. ഞാൻ എന്തായാലും BJPക്ക് തന്നെയാണ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് കാണുക പോളി ന്യൂസ്.